എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ജനുവരിയിലെ വാരാഹി പൂജ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡേ 1 മുതൽ ഡേ 11 വരെയുള്ള 11 ദിവസത്തെ പൂജയാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ള എല്ലാ രീതികളും എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വിശ്വാസപ്രകാരം വരാഹരൂപം കൊണ്ട ആദിപരാശക്തിയാണ് വരാഹി ദേവി അഥവാ വരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ദേവി എന്നറിയപ്പെടുന്നത്. ദേവിയുടെ മുഖം തന്നെ കാട്ടുപന്നിയുടെ മുഖത്തോട് കൂടിയതാണ്. അതുകൊണ്ട് ദേവി പല നാമങ്ങളിൽ അറിയപ്പെടുന്നു. പഞ്ചുരുളി, പന്നിമുഖി, വാർത്താളി, ദണ്ഡനാഥ, താന്ത്രിക ലക്ഷ്മി, അങ്ങനെ ഒട്ടനവധി പേരുകളിൽ അറിയപ്പെടുന്നു. രാത്രിയാണ് ഭഗവതിയെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം. അതുകൊണ്ട് തന്നെ നിദ്രാദേവി അല്ലെങ്കിൽ രാത്രി ഭഗവതി എന്ന നാമവും ദേവിക്കുണ്ട്. അതല്ലാതെ പാതിരാ പഞ്ചമി, സമയേശ്വരി, അഷ്ടലക്ഷ്മി സ്വരൂപിണി, സേനാനാഥ, സേനാനായിക, ദണ്ഡനാഥ, താന്ത്രിക ലക്ഷ്മി, വാർത്താളി, അങ്ങനെ ഒട്ടനവധി നാമങ്ങളിൽ വാരാഹി ദേവി അറിയപ്പെടുന്നു. ദേവിയുടെ ശക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കും മുന്നേ തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്നു. അതാണ് ദേവിയുടെ അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയുടെ പ്രത്യേകത. പലരും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ അശുദ്ധമായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു സമയം എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കേണ്ടതെന്നത്. പൂജകളിൽ നമ്മൾ കഴിവതും ആ ഒരു സമയം നമ്മൾ ചെയ്യാറില്ല, പൂജകളൊന്നും ചെയ്യാറില്ല, അമ്പലങ്ങളിൽ ദർശിക്കാറില്ല. അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ മന്ത്രം ധ്യാനിക്കുന്നത് കൊണ്ട് യാതൊരു തടസ്സവുമില്ല. ചൊല്ലുന്ന മന്ത്രം കൃത്യതയോടുകൂടി തെറ്റുകൂടാതെ ജപിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. പൊതുവെ കഠിന വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വാരാഹി എന്നാണ് വിശ്വാസം. അത് വാസ്തവമായ കാര്യവുമാണ്. പഞ്ചങ്ങൾ അഥവാ ഇല്ലായ്മകൾ, ദാരിദ്ര്യം തുടങ്ങിയവ പരിഹരിക്കുന്ന ലക്ഷ്മി ആയതിനാൽ ഭഗവതിക്ക് പഞ്ചമി എന്ന പേര് ലഭിച്ചു എന്നാണ് വിശ്വാസം. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു വാരാഹി ക്ഷേത്രമുണ്ട്. അതിൻ്റെ നാമം എന്ന് പറയുന്നത് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം എന്നാണ്. വാരാഹി ക്ഷേത്രം നമ്മുടെ പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഫേമസ് കുഞ്ഞമ്പലമായിരുന്നു. ഇപ്പോൾ അവിടെ ആളുകളെല്ലാം ചേർന്ന് ആ ഒരു അമ്പലം വലിയ രീതിയിൽ വന്നു. ഒരുപാട് അനുഭവങ്ങൾ അവിടെ ആളുകൾക്കൊക്കെ സംഭവിച്ചത്, ഭക്തജനങ്ങൾക്ക് സംഭവിച്ചതായിട്ട്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ വളർന്നു വരുന്നു. ഭഗവതി സർവ്വദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണെന്ന വിശ്വാസം. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ മഹാത്രിപുര സുന്ദരിയുടെ ദുർഗ, ഇത് ശക്തിസേനയുടെ സൈന്യാധിപയായ യോദ്ധാവായിട്ടും വരാഹരൂപം കൊണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരനാമിയായിട്ടും ഭഗവതി ആരാധിക്കപ്പെടുന്നു. സർവ്വ ദുഃഖം മൊത്തം മാറ്റി നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് വാരാഹി ദേവി നമ്മളെ സഹായിക്കുമെന്നാണ്. അറിഞ്ഞ് നമ്മൾ മനമുരുകി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വാരാഹി അമ്മ കൈവിടില്ല. വാരാഹി അമ്മയുടെ ശക്തി തന്നെ അത് തന്നെയാണ്. നമ്മളെ മോശമായ ചിന്താഗതിയിൽ നിന്ന് മാറ്റി നിർത്തും. അതുപോലെ നമ്മളൊരു കാര്യം, ഉദ്ദേശിച്ച കാര്യം അത് ചെയ്യണോ വേണ്ടേ എന്നുള്ള ആ ഒരു നിമിഷം പോലും നമ്മളെ നല്ല രീതിയിലുള്ള ചിന്ത തന്ന് ആ ഒരു രീതിയിലേക്ക് വരാനായിട്ട് സഹായിക്കും. ശാക്തീയ വിശ്വാസപ്രകാരം വരാഹരൂപം കൊണ്ട കാളി, വാർത്താളി നേരത്തെ പറഞ്ഞിരുന്നു എന്ന നാമവും ഉണ്ട്. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവളാണ് എന്ന അർത്ഥത്തിൽ ദണ്ഡനാഥ എന്ന വിളിപ്പേരുണ്ട്. അപ്പോൾ ഈ ഒരു നാമത്തിൽ നിന്ന് മനസ്സിലാക്കും സ്വന്തം ഭക്തിയെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദേവിയാണ് വാരാഹി ദേവി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ കൃത്യതയോടെ നിങ്ങൾ ഈ ഡേ 1 മുതൽ ഡേ 11 വരെയുള്ള പ്രെയർ കറക്റ്റ് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കും. എൻ്റെ ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയ ഓരോ ദേവിയുടെ അനുഗ്രഹങ്ങളും അതുമെല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പം ഞാൻ വളരെ ബ്ലെസ്ഡാണ്. അപ്പോൾ എനിക്ക് 4 പേർക്കത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു യാതൊരു നഷ്ടവും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. പഞ്ചമി തിഥിയിലെ രാത്രിയാണ് വാരാഹി ദേവിക്ക് അതിവിശേഷം എന്നറിയപ്പെടുന്നത്. അതാണ് വിശ്വാസം. അപ്പോൾ
അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിലൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ദിവസമാണ് പഞ്ചമി ദിവസം, ആ പഞ്ചമി തിഥിയിലെ ദിവസം. അപ്പോൾ അത് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. അന്ന് ഇതുപോലെ വിളക്ക് തെളിയിച്ച്, ദേവിയുടെ മുന്നിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഡെയിലി പ്രാർത്ഥിച്ചാലും നല്ലതാണ്. അപ്പോൾ ഡെയിലി പ്രാർത്ഥിക്കാനാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. വാരാഹിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത്, ഉയർച്ച, ശത്രുദോഷ ശാന്തി, ആഗ്രഹപൂർത്തി എന്നിവയാണ് ഫലം. അതാണ് വിശ്വാസം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. എനിക്കെന്നല്ല, ഈ ഒരു വീഡിയോ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, പലരും പല കാര്യങ്ങളും പറഞ്ഞ് അപേക്ഷിച്ചിട്ടുണ്ട്, അതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ് എക്സാമ്പിൾ, അല്ലേ? അപ്പോൾ നമ്മൾ വെറുതെ ഒരു ചാനൽ തുടങ്ങി എല്ലാവരെയും ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതല്ല. വളരെ സിൻസിയറായിട്ട് പറയുകയാണ്, പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും ദേവി കൈവിടില്ല. അപ്പോൾ ഏതാ മന്ത്രമെന്ന് പറയാം. മോർണിംഗും ഈവനിങ്ങുമായിട്ടുള്ള പ്രെയറാണ്. അപ്പോൾ സമയം അനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ. ഓം വരാഹവദനായ നമഃ, ഓം വാരാഹി നമഃ. ഈ ഒരു മന്ത്രം 21 തവണയാണ് ജപിക്കേണ്ടത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഓം വരാഹവദനായ നമഃ, ഓം വാരാഹി നമഃ, 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 ഓം വരാഹവദനായ നമഃ, ഓം വാരാഹി നമഃ,
वराहवदनाय नमः। ॐ वाराहे नमः। ॐ 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 वराहवदनाय नमः। ॐ